ഗാസയിലെ സമാധാന നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്ക ഒരു ഉടമ്പടി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ 20 നിർദ്ദേശങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ആ സമാധാന പദ്ധതിക്ക് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ 13 രാജ്യങ്ങൾ ആണ് ഈ നീക്കത്തെ പിന്തുണച്ചിട്ടുള്ളത്. അതേസമയം 2 രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നോ എതിർക്കുന്നു എന്നോ പറയാൻ സാധിക്കില്ല. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഒപ്പം എടുത്തു പറയേണ്ടത് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഈ നീക്കത്തെ എതിർത്തില്ല എന്നുള്ളതാണ്. അതായത് 13 രാജ്യങ്ങൾ അംഗീകരിക്കുന്നു, 2 രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു. വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഈ സമാധാന നിർദ്ദേശങ്ങളെ എതിർത്തില്ല. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഗാസയുടെ പുനർനിർമ്മാണം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗാസയുടെ സമാധാന പാലനത്തിനായി ഒരു അന്താരാഷ്ട്ര സൈന്യത്തെ നിയോഗിക്കാനും ഈ പ്രമേയത്തിൽ നിർദ്ദേശമുണ്ട്. ഒപ്പം ഹമാസിനെ നിരായുധീകരിക്കുക, അതിനുശേഷം പിന്നീട് അവിടെ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയന്ത്രണം ഏൽപ്പിക്കുക, താൽക്കാലികമായി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആണ് ഈ പ്രമേയത്തിലുള്ളത്. ഈ പ്രമേയം ആണ് ഇപ്പോൾ വോട്ടിനിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അത് വോട്ടിനിട്ട് പാസ്സാക്കുമ്പോൾ അതൊരു അംഗീകരിക്കപ്പെട്ട നിയമമായി അത് മാറുന്നു എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് അതിശക്തമായി ഈ പ്രമേയത്തെ എതിർക്കുക തന്നെയാണ്. അധിനിവേശ ശക്തികൾക്ക് രാജ്യത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം ആണ് ഈ പ്രമേയത്തിലൂടെ ഒരുക്കുന്നത് എന്നാണ് ഹമാസിൻ്റെ വിമർശനം. മാത്രവുമല്ല, അവിടെ ഒരു അന്താരാഷ്ട്ര സൈനിക സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ആ സൈനികർ ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതിൽ ഇസ്രായേലും ഉണ്ടാകും. അങ്ങനെ ഇസ്രായേലിൻ്റെ സൈനികരെ ഈ അന്താരാഷ്ട്ര സേനയുടെ ഭാഗമാക്കാൻ അനുവദിക്കില്ല എന്ന് ഹമാസ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഗാസയിലെ പുനർനിർമ്മാണവും ഗാസയുടെ ഭാവിയും എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്നും അവിടേക്ക് മറ്റൊരു തരത്തിലുമുള്ള ഇടപെടലുകളും ആവശ്യമില്ല എന്നുമാണ് ഈ വിഷയത്തിൽ ഹമാസിൻ്റെ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അംഗരാജ്യങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിക്കുകയാണ്. വളരെ സുപ്രധാനമായൊരു നീക്കം ആണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴിങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കപ്പെടുന്നതിലൂടെ ഗാസയിലെ സാധാരണക്കാരായ ആളുകൾക്ക് സ്വൈര്യ ജീവിതത്തിലേക്ക് തിരികെ വരുവാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ചത്.